അതൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ ആ ക്ഷീണമൊന്ന് മാറിയെങ്കിൽ എന്നുള്ളൊരു വെപ്രാളമായി പറ്റൂല എന്നുവെച്ചാൽ കുടുംബമായിട്ട് മക്കളുമായിട്ടൊക്കെ കഴിയണവർക്ക് അവരുടെ ആ ഒരു ഇതിനകത്തോട്ടായി പോകും. കാണണ്ട അപ്പം കണ്ടത് മതിയായി. ഇങ്ങനത്തെ പടം നമുക്ക് കണ്ടിട്ടില്ല. ആ മക്കളുള്ളവർക്ക് ഒന്നും ചെന്ന് കാണാൻ പറ്റൂല. ഇത് എൻ്റെ 4ാമത്തെ തവണയും അമ്മയുടെ 2ാമത്തെ തവണയാണ്. കരഞ്ഞു ഇതായി 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. തുടരും കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒന്നുമില്ല. അത്രത്തോളം കിട്ടുന്ന സിനിമയാണ്. സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം ഭയങ്കര വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. ഇതുപോലെ വർഷത്തിലൊരു സിനിമ കിട്ടണം നമുക്ക്. കൊള്ളാം, നല്ല സിനിമയാണ്. സങ്കടം തോന്നി. കൊള്ളായിരുന്നു, നല്ല പടമാണ്. നല്ല പടത്തിൽ ലാലേട്ടനെ ഇഷ്ടമാണ്. അങ്ങനെ പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഫൈറ്റും മാസമായിരുന്നു ഫുള്ള്. നല്ല സിനിമ. ഇത് എൻ്റെ 4ാമത്തെ തവണയും അമ്മയുടെ 2ാമത്തെ തവണയാണ്. അത്ര ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരാമെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരിടത്തും പോയിട്ടില്ല തിരിച്ചു വരാനായിട്ട്. പിന്നെ കുറച്ച് ദിവസം കുറച്ച് സിനിമകളായിട്ട് ഡൗൺ ആയിരുന്നു. ഇപ്പം നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. പഴയ വില്ലേജ് ലാലേട്ടനെ കാണാൻ പറ്റി. പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. കരഞ്ഞു ഇതായി 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ബേസിക്കലി മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് എന്തായാലും ഈ സിനിമ കാണാതെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇത്രയും ലേറ്റായിട്ട് ഇത്രയും പേര് കാണാൻ വരുന്നെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ ബ്രോ ഇത്രയും എന്തത്തോളം സിനിമയുടെ ഇതുണ്ടെന്ന്. അതുപോലെ തന്നെ സിനിമ കണ്ടില്ലെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ല. തുടരും കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒന്നുമില്ല. അത്രത്തോളം കിട്ടുന്ന സിനിമയാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു കിക്ക് സിനിമ, ഒരു എന്താ നമ്മൾ ഡ്രഗ് അടിച്ച് എത്രത്തോളം കിക്കാവും അത്രത്തോളം കിക്കായിട്ടാണ് ഇവിടെ ആൾക്കാർ സിനിമയിൽ ഇറങ്ങുന്നത്. ഒരു രക്ഷയില്ല, അത്ര പൊളിയായിരുന്നു. ലാലേട്ടൻ കൊള്ളാം, സൂപ്പറായിരുന്നു. സൂപ്പർ, നന്നായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ലാസ്റ്റ് സെറ്റായിരുന്നു. സൂപ്പർ, അടിപൊളിയാണ്. ലാസ്റ്റ് സീൻ വന്നിട്ട് നല്ല ഇമോഷണൽ, കരയും. ലാലേട്ടൻ കിടിലും, എല്ലാവരും അടിപൊളി സിനിമ. ഞങ്ങൾ ലാലേട്ടൻ്റെ സിനിമ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ സ്വന്തം മകനെന്ന് പറയുമ്പോൾ അത് ഒരു അച്ഛനും സഹിക്കില്ല. ഓക്കെ, ലാസ്റ്റ് കരയുണ്ട്. മോനെ ബോഡി കൊണ്ടുവരുമ്പോൾ കരയും. നല്ല ഇഷ്ടപ്പെട്ട്. മോഹൻലാലിൻ്റെ സിനിമ ഞാൻ ഇല്ല കാണാറുണ്ട്, എന്നാലും സമയം എടുക്കില്ല. ഇപ്പോൾ തുടരും എന്നുള്ള സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ അല്ലേ? കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ. കുറേ കാലം ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട് മറുപടിയാണ്, ഭയങ്കര ഒരു മറുപടിയാണ്. കാരണം ഇത്രയും കാലമായിട്ട് ലാലേട്ടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ സീനുകളാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു അമ്മ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം ഭയങ്കര വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. ലാലേട്ടനും ശോഭന ചേച്ചിയും ഒരുപാട് വർഷത്തിന് ശേഷം ഒരുമിച്ച ഒരു നല്ല അടിപൊളി പടം. എല്ലാവരും ടെററാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ട്വിസ്റ്റുകളായിരുന്നു. വില്ലനൊക്കെ സൂപ്പറാണ്. അടിപൊളി അല്ലിയാണ് വന്നത് വില്ലനെ കണ്ടപ്പോഴെന്ന് വെച്ചാൽ ഒരു മകളുടെ ഇഷ്ടത്തിന് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അങ്ങനെ അല്ല. ഒരു പ്രേമം എന്ന് പറയുമ്പോൾ പിള്ളേരത് അങ്ങ് ഇപ്പോഴത്തെ ഇതിൽ നോക്കണമെങ്കിൽ അതങ്ങനെയല്ല. പക്ഷേ പഴയ ഇതിൽ തുടരുമെന്ന് പറയണത് വില്ലന് കിട്ടുന്ന പടമായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ. കൊള്ളാം, നല്ല പടം. നല്ല സിനിമ കാണാം, ഒരു പ്രാവശ്യം കാണാം. എമ്പുരാനേക്കാളും കൊള്ളാം. നല്ലതായിരുന്നു, നല്ല മൂവിയാണ്. ലാലേട്ടൻ നല്ല അഭിനയമായിരുന്നു. എമ്പുരാനിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ. ഇതിൽ കുറച്ചും കൂടെ ഒരു ഇമോഷണലായിട്ടും റിവെഞ്ച് അങ്ങനത്തെ ഒരു അതിലിച്ചൂടെ പവർഫുൾ ആയിട്ടല്ലേ, കുറച്ച് സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞു. അടിപൊളി സിനിമ. ലാലേട്ടനും വില്ലന്മാരും എല്ലാം അടിപൊളിയായിരിക്കണം. നല്ല സൂപ്പർ സിനിമ. ഇതുപോലെ വർഷത്തിലൊരു സിനിമ കിട്ടണം നമുക്ക് തീർച്ചയായിട്ടും. ലാലേട്ടൻ പല രീതിയിൽ വരികയല്ലേ, എന്നാലും ഇതൊരു വെറൈറ്റി സിനിമ. സൂപ്പറായിരിക്കണം. രണ്ട് വ്യത്യാസത്തിലല്ലേ ചെയ്തിരിക്കുന്നത്. രണ്ടും സൂപ്പർ. കരയാനും ഉണ്ട്, പഠിച്ച് മനസ്സിലാക്കാനും ഉണ്ട്. അമ്മമാർ പഠിച്ച് മനസ്സിലാക്കാനും ഉണ്ട് മക്കളെ വളർത്തുന്ന രീതി. ഒരു മോൾക്ക് വേണ്ടി ഒരു പയ്യനെ കൊല്ലുകയും ഇങ്ങനെയൊക്കെ അത് ഇന്നത്തെ ലോകം നടക്കണുണ്ട്. പിന്നെ ഒരു അമ്മയ്ക്ക് കണ്ടിരിക്കാൻ പറ്റൂല. എനിക്ക് നമുക്ക് കാണണ്ട അപ്പം കണ്ടത് മതിയായി. ഇങ്ങനത്തെ പടം നമുക്ക് കണ്ടിട്ടില്ല. ആ മക്കളുള്ളവർക്ക് ഒന്നും ചെന്ന് കാണാൻ പറ്റൂല. ശരിക്കും കാര്യം വെച്ചാൽ ഭയങ്കര നെഞ്ചിനകത്തൊരു വെപ്രാളം പോലെ ആയിപ്പോയി. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ ആ ക്ഷീണമൊന്ന് മാറിയെങ്കിൽ എന്നുള്ളൊരു വെപ്രാളമായിപ്പോയി പറ്റൂല എന്നുവെച്ചാൽ കുടുംബമായിട്ട് മക്കളുമായിട്ടൊക്കെ കഴിയണവർക്ക് അവരുടെ ആ ഒരു ഇതിനകത്തോട്ടായി പോകും. അപ്പോൾ ഇന്ന് നടക്കുന്നതാണ്. അത് ഒരുപാട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പക്ഷെ അമ്മമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് തന്നെ പറഞ്ഞത്. പഠിക്കാനും എല്ലാം ഉണ്ട്. പക്ഷേ അമ്മമാർക്കൊക്കെ എല്ലാ അമ്മമാരും ഒരുപോലെ ആയിരിക്കില്ല. എന്നെപ്പോഴും അമ്മമാർക്കൊന്നും ഇങ്ങനെ കണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഈ ലോകത്ത് നടക്കണത് തന്നെ അതൊക്കെ.